അസ്സലാമലൈക്കും. ഇന്നൊരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഓർഡറും കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 5 kg വാഞ്ചോ കേക്കും അതിൻ്റെ ടേബിൾ സെറ്റിങ്ങാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വർക്കുകളെല്ലാം തന്നെ ആദ്യം സെറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തലേക്കുന്ന ദിവസം രാത്രിയാണ് ഞാൻ കേക്കുകളെല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ബാക്കിയുള്ള സ്റ്റാക്കിംഗ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം 3 ടയർ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കളറാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മോൻ്റെ പേര് വന്നിട്ട് ഫോണ്ടൻറ്റിലാണ് എഴുതി നമ്മൾ കൊടുത്തത്. പിന്നെ പോപ്പ് സ്കൂളും അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഗലൊരു ടോപ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആ ഒരു സെയിം കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിലൊരു കേക്ക് സീക്കിൾസ് കസ്റ്റമർ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ ഇതുപോലെയാണ് ഒരു കേക്ക് സീക്കിൾസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്കുകളെല്ലാം അവർ പറഞ്ഞ രീതിക്ക് തന്നെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടേബിൾ സെറ്റിങ്ങും. അപ്പം ഇതിൽ ആദ്യം കൊടുത്തതിൽ കുറച്ച് കളർ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതേപോലത്തെ ഒരു കളർ ഞാൻ കൊടുത്തിട്ടാണ് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം ഹാർട്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചു തന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ്. അപ്പം അവർ തന്ന ഡിസൈന് റെഡ് കളറിൽ ഇതുപോലത്തെ നോസിൽ ഡിസൈൻ കൊണ്ടുള്ള ഡിസൈൻ വർക്കായിരുന്നു. അപ്പം അവരും അത് പറഞ്ഞ രീതിക്ക് തന്നെ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു അയൽക്കൂട്ടക്കാർ തന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണ്. നമുക്ക് ഒരു അടുത്തുള്ളൊരു ചേച്ചിയാണ് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം നല്ല റിച്ചായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് നട്ട്സുകളൊക്കെ വാരി അങ്ങ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയൽക്കൂട്ടക്കാർക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, കാരണം ഓണമൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഒത്തുകൂടിയിട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് കേട്ടോ. അപ്പം അതും ഡിസൈനും കാര്യങ്ങളും തന്നിട്ടില്ലായിരുന്നു. എൻ്റെതായ ഇഷ്ടത്തിന് ഞാനൊരു ചെറിയൊരു ഡിസൈൻ മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 2 കളർ വരുന്ന രീതിക്കുള്ള ഫ്ലവറാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡ് ഫുള്ളും ചോക്ലേറ്റ് ഡിസൈൻ വർക്കാണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു കേക്ക് നമ്മളിതാ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞ മാറ്ററും കൂടെ എഴുതി കൊടുത്ത് ഈ ഒരു കേക്കും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അത് ടോൾ കേക്കായിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.